ഹായ് ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരുപാട് വെളുത്തുള്ളി ഉണ്ടാകുമ്പോൾ എങ്ങനെ ഈസിയായി മുറിക്കാമെന്നതാണ് ഇനി നോക്കുന്നത്. വിവാഹ ഫംഗ്ഷനുകളോ അതുപോലെ മറ്റെന്തെങ്കിലും സൽക്കാരങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ സാധാരണയായി നാം വെളുത്തുള്ളി ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ തൊലി ഉരിച്ചെടുക്കാമെന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായി ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ ഉരിച്ചെടുക്കുക. തൊലി കളയാതെ ഓരോ വെളുത്തുള്ളി വീതം ഇങ്ങനെ ഉരിച്ചെടുക്കുക. ഇത് ഞാൻ ഒരു വെളുത്തുള്ളിയാണ് ഉരിച്ചെടുത്തിട്ടുള്ളത്. ഇതിന് ശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് ആക്കുക. ഇങ്ങനെ ഒരു പ്ലേറ്റിലാക്കിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കുക. ഏകദേശം 1 മണിക്കൂറോ വെച്ചാൽ തന്നെ നല്ല രീതിയിൽ ഇത് നന്നായി തണുത്ത് ഉണങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വെളുത്തുള്ളി നന്നായി ഒന്ന് റഫായിട്ടുണ്ട്. ഇത് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുക. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുക. മാറ്റിയതിന് ശേഷം നിങ്ങൾ ചെറിയ രീതിയിലുള്ള കയ്യിലോ അല്ലെങ്കിൽ അതുപോലെ അത്തരം വെയിറ്റുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് പതിയെ ഒന്ന് തട്ടി കൊടുക്കുക. ഏകദേശം ഇതുപോലെ പതിയെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പതിയെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇപ്പോൾ തൊലിയൊക്കെ നന്നായി ചതഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒന്നെടുത്ത് നോക്കാം. അതെ, വളരെ എളുപ്പത്തിൽ തൊലി കളയാം. ഇത് ഒരുപാട് വെളുത്തുള്ളി നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അഥവാ തൊലി കളഞ്ഞ് കറികൾക്കോ അല്ലെങ്കിൽ ബിരിയാണി പോലെയുള്ള ആവശ്യങ്ങൾക്കോ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു മുറത്തിലോ ഇട്ട് ഒന്ന് ഇതുപോലെ ചേറിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വേറിട്ടും ഇതുപോലെ തൊലി വേറിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ഇതുപോലെ വെളുത്തുള്ളി ഉപയോഗിക്കാൻ ആവശ്യമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കൂടുതൽ സമയം നിങ്ങൾക്ക് ലാഭിക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ടിപ്പുമായി വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.